നുണപ്രചാരണങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ബി.ജെ.പിയും കോൺഗ്രസും ശ്രമിക്കുന്നതെന്ന് സി.പി.എം ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് പറഞ്ഞു. ഐ.ബി. സതീഷ് എം.എൽ.എയുടെ പ്രചരണാർത്ഥം പേയാട് ജംഗ്ഷനിൽ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ബൃന്ദ കാരാട്ട്. 5 വർഷം കൂടുമ്പോൾ എത്തുന്ന ദേശാടന കിളികളെയല്ല, മണ്ഡലത്തെ അടുത്തറിയുന്ന ജനപ്രതിനിധിയാണ് തങ്ങൾക്കാവശ്യമെന്നും ജനങ്ങൾക്ക് അറിയണമെന്നും ഇവർ പറഞ്ഞു. 10 വർഷം നീണ്ട വികസനത്തിന്റെ തുടർച്ചയാണ് ജനം ആഗ്രഹിക്കുന്നത്. സ്ത്രീ സുരക്ഷ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും LDF സർക്കാരിന് മികച്ച മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചതായി ബൃന്ദ കാരാട്ട് വ്യക്തമാക്കി. കള്ളത്തരങ്ങൾ പറഞ്ഞ് മുന്നേറാനാണ് കോൺഗ്രസും ബി.ജെ.പിയും എക്കാലവും ശ്രമിക്കുന്നതെന്നും ഇവർ കുറ്റപ്പെടുത്തി. ഇടതുപക്ഷം കാട്ടാക്കിടയിൽ തിളക്കമുള്ള വിജയം നേടും. എന്തുകൊണ്ടാണ്? ഈ നിറഞ്ഞ സദസ്സ് നമ്മുടെ അമ്മമാരും സഹോദരിമാരും ഇവിടെ സഖാവ് ബൃന്ദയുടെ വാക്കുകൾക്ക് കാതോർത്തിരിക്കുന്നു. ഞാൻ വെല്ലുവിളിക്കുകയാണ്, വലതുപക്ഷ രാഷ്ട്രീയ ശക്തികൾക്ക്, ബി.ജെ.പിക്കോ കോൺഗ്രസിനോ ഇത്രയധികം സ്ത്രീ ശക്തിയെ അണിനിരത്താനാവുമോ എന്ന ചോദ്യം ഞാൻ ഉയർത്തുകയാണ്. ഇടതുപക്ഷം ഇന്ത്യൻ സ്ത്രീത്വത്തിൻ്റെ അഭിമാനത്തിൻ്റെ സംരക്ഷകരാണ്. ഇവിടെ സഖാവ് സമ്പത്ത് വിവർത്തനത്തിനിടയിൽ കയ്യിൽ നിന്ന് ഉപയോഗിച്ച ഒരു പ്രയോഗമുണ്ടല്ലോ, ബുൾഡോസറുകൾ ഉരുണ്ടു. അത് ഡൽഹിയിൽ ഉരുണ്ടു, ഹരിയാനയിൽ ഉരുണ്ടു. ബി.ജെ.പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബുൾഡോസറുകൾ ഉയർന്നപ്പോൾ ഡൽഹിയിൽ ബുൾഡോസറുകളുടെ മുന്നിൽ കൈകൾ ഉയർത്തി മാനുഷാദ അരുത് കാട്ടാള എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ ശക്തി ഉണ്ടായിരുന്നു. ആ സ്ത്രീ ശക്തിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റിന്റെ ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ നേതൃത്വം സഖാവ് ബൃന്ദയുടേതായിരുന്നു. അതൊരു പ്രതീകമാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മറ്റൊരു പ്രതീകമാണ്. നമ്മുടെ മണ്ഡലത്തിലാണ് സഖാവ് പിണറായി സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് ഉദ്ഘാടനം നിർവഹിച്ചത്. ഇതുപോലൊരു നേരത്താണ് ചുട്ടുപൊള്ളുന്ന ഉച്ചയ്ക്ക്, നട്ടുച്ചയ്ക്ക് 12:45 കഴിഞ്ഞ് മുഖ്യമന്ത്രി കാറിൽ കയറി, 1-ാം നമ്പർ സ്റ്റേറ്റ് കാറിൽ കയറി മലയങ്കീഴ് ജംഗ്ഷൻ വിട്ടപ്പോഴേക്കും അമ്മമാരുടെ, സഹോദരിമാരുടെ, കൂട്ടുകാരികളുടെ ഫോൺ കോളുകൾ വന്നു തുടങ്ങി. അക്കൗണ്ടിൽ 1000 രൂപ ഇപ്പൊ തന്നെ വന്നു സഖാവേ എന്ന് പറഞ്ഞുകൊണ്ട് ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് ഐ.ബി. സതീശനെ വിജയിപ്പിക്കണം. എല്ലാവർക്കും മനസ്സിലായല്ലോ ഐ.ബി. സതീശൻ. And I am sure that with your support, our dear comrade I.B. Satish will once again represent this important constituency of Katakara. നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ പിന്തുണയോടുകൂടി സഖാവ് ഐ.ബി. സതീഷ് വീണ്ടും ഈ പ്രധാനപ്പെട്ട കാട്ടാക്കട മണ്ഡലത്തിനെ കേരള നിയമസഭയിൽ പ്രതിനിധാനം ചെയ്യണം, വിജയിപ്പിക്കണമെന്ന അഭ്യർത്ഥന. But before years, women of Kerala know that they have a friend, they have an ally, they have a big supporter in the LDF government under the leadership of Comrade Pinarayi Vijayan. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിലെ വനിതകൾക്കറിയാം, തങ്ങൾക്ക് ഒരു രക്ഷകർത്താവുണ്ട്, തങ്ങൾക്കൊരു സഖാവുണ്ട്, തങ്ങൾക്ക് ഒരു നായകനുണ്ട്, തങ്ങൾക്കൊരു സംരക്ഷകനുണ്ട്. അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്നും സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF ആണ് എന്നും കേരളത്തിലെ സ്ത്രീകൾക്കറിയാം. The women of Kerala know for the last 10 years, if there is a single case of sexual harassment, of sexual assault, this is a government, regardless of how important the man may be, this is a government will ensure that he is punished, he is put in jail. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിലെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും അറിയാവുന്നത്, തങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ, സ്ത്രീപീഡനം നടത്തിയാൽ, ലൈംഗികമായി ആക്രമിച്ചാൽ അതിനെതിരായി നിയമപരമായ നടപടികൾ കർശനമായി, മുഖം നോക്കാതെ എത്ര ഉന്നതനായിരുന്നാലും ശരി തന്നെ കർശനമായ നടപടികൾ എടുക്കും LDF ഗവൺമെന്റ്, സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് എന്നതാണ്. The women of Kerala know that what we need most is a roof over our heads, employment and a steady income, and peace in our society.
നമുക്ക് വേണ്ടത്, പ്രത്യേകിച്ചും കേരളത്തിലെ സമൂഹത്തിലെ സ്ത്രീകൾക്ക് വേണ്ടത്, ഒന്ന് സുസ്ഥിരമായ തൊഴിലാണ്, രണ്ട് അടച്ചുറപ്പുള്ള ഒരു ഭവനമാണ്, സുരക്ഷിതമായ ഒരു വീടാണ്, നമുക്ക് ആദായം ലഭ്യമാകുന്നതായിട്ടുള്ള തൊഴിലുകളാണ്, സ്ഥിരമായ വരുമാനമാണ്, സാമൂഹ്യ സുരക്ഷിതത്വമാണ്. Whether it is because of national disasters or whether it is because of the capitalist system which produces poverty, there were many homeless here, even in Kerala. പ്രകൃതി ദുരന്തങ്ങൾ കാരണമോ അതല്ല മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമായിട്ടോ ഭവനരഹിതരായിട്ടുള്ള ഒരുപാട് ആളുകളുള്ളൊരു നാടായിരുന്നു കേരളം. അതിന് മാറ്റം വരുത്തുകയാണ് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കേരളത്തിലെ LDF ഗവൺമെൻറ്.